നമസ്കാരം. പ്രധാന വാർത്തകൾ. രക്തസാക്ഷി സ്മരണകൾ ജ്വലിച്ചു നിന്ന അന്തരീക്ഷത്തിൽ ഡിവൈഎഫ്ഐ 16ാം സംസ്ഥാന സമ്മേളനത്തിന് സാംസ്കാരിക നഗരിയിൽ പതാക ഉയർന്നു. നടനും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഫാസിസത്തിന്റെ അന്ത്യം വിദൂരമല്ലെന്നും രാജ്യത്തെ യുവതലമുറ പ്രതീക്ഷ നൽകുന്നുവെന്നും പ്രകാശ് രാജ്. പുലിക്കളിയുമായി ബന്ധപ്പെട്ട നടൻ വി.കെ. ശ്രീരാമന്റെ പരാമർശത്തിൽ വൻ വിവാദം. പ്രതിഷേധവുമായി പുലിക്കളി സംഘങ്ങളും സാംസ്കാരിക പ്രവർത്തകരും. കലാകാരന്മാരുടെ ശരീരത്തെ വൈകൃതമുള്ളതെന്ന് വിശേഷിപ്പിച്ച വി.കെ. ശ്രീരാമൻ പുലിക്കളി കലാകാരന്മാരോടും സാംസ്കാരിക സമൂഹത്തോടും മാപ്പ് പറയണമെന്ന ആവശ്യം. പ്രതിഷേധം ശക്തമായതോടെ ഖേദം പ്രകടിപ്പിച്ച വി.കെ. ശ്രീരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പുനേർകുളം പെരിയമ്പലത്തെ വി.പി. മാമു കമ്മ്യൂണിറ്റി ഹാൾ കെയർ ടേക്കർ നിയമനത്തിൽ ഭരണപക്ഷത്തിന് തിരിച്ചടി. യു.ഡി.എഫ് ഭരണസമിതി നിർദ്ദേശിച്ച ഉദ്യോഗാർത്ഥിയെ പ്രതിപക്ഷാംഗങ്ങൾ ഒന്നടങ്കം എതിർത്തതോടെയാണ് നിയമന നീക്കം പാളിയത്. ഇതോടെ തസ്തികയിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്താൻ തീരുമാനമായി. മുസ്ലിം ലീഗ് അംഗം തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതും കോൺഗ്രസ് മെമ്പർ യോഗത്തിൽ പങ്കെടുക്കാത്തതും യു.ഡി.എഫിന് ക്ഷീണമായി. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിന് സർക്കാർ ശ്രമങ്ങൾക്കൊപ്പം സമൂഹത്തിന്റെ കൂടി പിന്തുണ അനിവാര്യമെന്ന് തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങൾക്ക് സഹതാപമല്ല വേണ്ടതെന്നും അവരെ ചേർത്ത് പിടിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും കളക്ടർ. ഒറീസ ഹൈക്കോടതി ജഡ്ജി പദവിയിലേക്ക് കൊളീജിയം നാമനിർദ്ദേശം ചെയ്തവരിൽ കുന്നംകുളത്തിന്റെ മരുമകളും പഴഞ്ഞി ചെറുതുരുത്തി സ്വദേശി അഡ്വക്കേറ്റ് കെ.യു. ജയേഷിന്റെ ഭാര്യയുമായ സസ്മിത ത്രിപാഠിയാണ് ഹൈക്കോടതി ജഡ്ജ് പദവിയിലേക്ക് ശുപാർശ ചെയ്യപ്പെട്ട 4 പേരിൽ ഒരാളായി നാടിന് അഭിമാനമായിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഓണാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ചെയർമാൻ എ.വി. ഗോപിനാഥ്. 10,000 പേർക്ക് തിരുവോണ സദ്യ നൽകും. 25-ന് ക്ഷേത്രത്തിൽ ഉത്രാടക്കാഴ്ച ശീവേലി സമർപ്പണവും ഉണ്ടാകും. ചിങ്ങമാസത്തിലെ വിവാഹത്തിരക്ക് കണക്കിലെടുത്തും വിപുലമായ ക്രമീകരണങ്ങൾ. ഓഗസ്റ്റ് 23-ന് 429, ഓഗസ്റ്റ് 30-ന് 342, സെപ്റ്റംബർ 13-ന് 328 വിവാഹങ്ങൾക്ക് ഷീട്ടാക്കി. വാർത്തകൾ വിശദമായി. രക്തസാക്ഷി സ്മരണകൾ ജ്വലിച്ചു നിന്ന അന്തരീക്ഷത്തിൽ ഡിവൈഎഫ്ഐ 16ാം സംസ്ഥാന സമ്മേളനത്തിന് സാംസ്കാരിക നഗരിയിൽ പതാക ഉയർന്നു. ജില്ലയിലെ രക്തസാക്ഷികളുടെ സ്മൃതി കുടീരങ്ങളിൽ നിന്നും ആരംഭിച്ച ദീപശിഖ പ്രയാണങ്ങളും പതാക കൊടിമര ദീപശിഖ ജാഥകൾ ബുധനാഴ്ച വൈകിട്ട് ശക്തൻ നഗറിൽ സംഗമിച്ച് 100 കണക്കിന് ഇരുചക്രവാഹനങ്ങളുടെയും 1000-കണക്കിന് പ്രവർത്തകരുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ സ്വരാജ് റൌണ്ട് ചുറ്റി സമ്മേളനവേദിയിൽ എത്തിച്ചേർന്ന ശേഷമായിരുന്നു സമ്മേളനത്തിന്റെ കൊടിയേറ്റം. വ്യാഴാഴ്ച രാവിലെ നടനും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം കെ. രാധാകൃഷ്ണൻ പതാകയും സംസ്ഥാന കമ്മിറ്റി അംഗം എം. വർഗീസ് കൊടിമരവും സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ആർ. ബിന്ദു ദീപശിഖയും ഏറ്റുവാങ്ങി. മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയിൽ സംഘടക സമിതി ചെയർമാൻ കെ.വി. അബ്ദുൽ ഖാദർ പതാക ഉയർത്തി. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് MLA ദീപശിഖ തെളിയിച്ചു. വ്യാഴാഴ്ച രാവിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ ദേശീയ സംസ്ഥാന നേതാക്കൾ പുഷ്പചക്രം സമർപ്പിക്കുകയും പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. തുടർന്ന് സംസ്ഥാന പ്രസിഡന്റ് വി. വസീഫ് സമ്മേളന നഗരിയായ തൃശൂർ റീജിയണൽ തിയേറ്ററിലെ പുഷ്പൻ നഗറിൽ പതാക ഉയർത്തി. B.K. ഹരിനാരായണൻ രചിച്ച് ബിജിബാൽ ചിട്ടപ്പെടുത്തിയ സ്വാഗതഗാനാവതരണത്തോടെ തുടക്കമായ പ്രതിനിധി സമ്മേളനം നടനും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജ് ഉദ്ഘാടനം ചെയ്തു. When the youth were in Delhi, for the first time in 1.5 decades, we saw him leaving the parliament building from the back door. Because of the youth, he has started making reels. Because of the youth, he is using Red Fort for naming ceremonies and calling us Dimagi Naxals. The truth is, at last, he has accepted that we all have brains. He has accepted that he is afraid of brains, afraid of people questioning, afraid of people protesting. ഫാസിസത്തിന്റെ അന്ത്യം വിദൂരമല്ലെന്നും രാജ്യത്തെ യുവതലമുറ പ്രതീക്ഷ നൽകുന്നുവെന്നും പ്രകാശ് രാജ് പറഞ്ഞു. ജന്തർ മന്ദറിൽ അത് താൻ നേരിട്ട് കണ്ടതാണ്. യുവാക്കളുടെ ചെറുത്തുനിൽപ്പാണ് പലരെയും റീൽസ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഒടുവിൽ രാജ്യത്തെ ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട് എന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. എന്നാൽ യുവാക്കൾ ഈ വേട്ടക്കാരെ പേടിക്കുന്നില്ല. രാജ്യത്ത് നിരവധി സമരങ്ങൾ നടന്നു. എന്നാൽ വിദ്യാർത്ഥി പ്രക്ഷോഭം വേറിട്ടു നിന്നു. അവർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ജന്തർ മന്ദറിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഒത്തുകൂടിയപ്പോൾ പാർലമെന്റ് നടുങ്ങി.
അവർ ശാന്തമായി സമരം ചെയ്തു. എന്നാൽ ഭരണകൂടം അവരെ ആക്രമിച്ചു. ഇപ്പോൾ ഉറപ്പാണ്, ഫാസിസത്തിന്റെ അന്ത്യം വിദൂരമല്ല. അവരുടെ കയ്യിൽ തോക്കുണ്ടാകാം, പക്ഷേ ഇന്നത്തെ ആയുധം സോഷ്യൽ മീഡിയയാണ്. അത് ഇവിടുത്തെ യുവാക്കളുടെ കയ്യിലുണ്ട്. വിദ്യാർത്ഥികൾക്കു മാത്രമല്ല, അവരുടെ മാതാപിതാക്കൾക്കും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയുണ്ട്. ഈ പോരാട്ടം അവസാനിക്കില്ലെന്നും പ്രകാശ് രാജ് പറഞ്ഞു. യുവധാര യുവസാഹിത്യ പുരസ്കാര ജേതാക്കൾക്ക് ഉദ്ഘാടന വേദിയിൽ പുരസ്കാരം സമ്മാനിച്ചു. സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് പ്രവർത്തന റിപ്പോർട്ടും അഖിലേന്ത്യാ സെക്രട്ടറി ഹിമാഗ്നരാജ് ഭട്ടാചാര്യ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ആദ്യ ദിവസം രാത്രി 9:30 വരെ റിപ്പോർട്ടിന്മേൽ പൊതുചർച്ച നടത്തും. ചർച്ച വെള്ളിയാഴ്ചയും തുടരും. വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് രക്തസാക്ഷി കുടുംബസംഗമം CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. കവി മുരുകൻ കാട്ടാക്കട സംസാരിക്കും. യുവധാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ സുവനീർ പ്രകാശനം ചടങ്ങിൽ നിർവഹിക്കും. ശനിയാഴ്ച രാവിലെ ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണവും ഭാരവാഹി തിരഞ്ഞെടുപ്പും നടക്കും. പകൽ 2:30-ന് യൂത്ത് ബ്രിഗേഡ് മാർച്ചും പൊതുസമ്മേളനവും അരണാട്ടുകര നേതാജി ഗ്രൗണ്ടിൽ സജ്ജമാക്കിയ VS അച്യുതാനന്ദൻ നഗറിൽ നടക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ്, DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് A.A. റഹീം, സെക്രട്ടറി ഹിമാഗ്നരാജ് ഭട്ടാചാര്യ, തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി ശിങ്കാരവേലൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. 14 ജില്ലയിൽ നിന്ന് 600 പ്രതിനിധികളും 20 സൗഹാർദ്ദ പ്രതിനിധികളുമാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഓണാഘോഷത്തിന്റെ ഭാഗമായി പുരാതന കാലം മുതൽ നടന്നുവരുന്ന തൃശൂരിന്റെ തനത് സാംസ്കാരിക പാരമ്പര്യമായ പുലിക്കളിയെ അധിക്ഷേപിക്കുകയും പുലിക്കളി കലാകാരന്മാരുടെ ശരീരത്തെ വൈകൃതമുള്ളതെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്ത നടൻ VK ശ്രീരാമന്റെ പരാമർശം സാംസ്കാരിക കേരളത്തോടുള്ള അവഹേളനമാണെന്നും പരാമർശം പിൻവലിച്ച് പുലിക്കളി കലാകാരന്മാരോടും സാംസ്കാരിക സമൂഹത്തോടും അദ്ദേഹം മാപ്പ് പറയണമെന്നും സംസ്കാര സാഹിതി തൃശൂർ ജില്ലാ കമ്മിറ്റി ചെയർമാൻ ഗിന്നസ് സത്താർ ആദൂർ, കൺവീനർ അനിൽ സമ്രാട്ട് എന്നിവർ വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓരോ പ്രദേശവും അതിന്റേതായ കലാരൂപങ്ങളിലൂടെ വ്യത്യസ്ത ശരീരഘടനകളുള്ള കലാകാരന്മാർ കലയുടെ ഭാഗമായി ശരീരത്തെ രൂപപ്പെടുത്തുന്നതിനെ വൈകൃതം എന്ന് വിളിക്കുന്നത് കലാകാരന്മാരെ മാത്രമല്ല, ആ കലാരൂപത്തെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് മലയാളികളെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. അഭിനയത്തിലൂടെ പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള VK ശ്രീരാമന്റെ മനസ്സിനെ ബാധിച്ച വൈകൃതം എത്രയും പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കേണ്ടതാണെന്നും സാംസ്കാരിക സമിതി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പുലിക്കളി വിമർശനത്തിൽ ഖേദം പ്രകടിപ്പിച്ച് നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ. തൃശൂരിലേത് സിംഗിൾ തീം കാർണിവൽ ആണെന്ന് മനസ്സിലാക്കാതെയുള്ള അഭിപ്രായ പ്രകടനം പക്വതയുള്ളതായിരുന്നില്ലെന്നാണ് ഖേദക്കുറിപ്പ്. വൈകൃതം കലയ്ക്കു വേണ്ടി ഉപയോഗിക്കുന്നത് ആഭാസമെന്നായിരുന്നു ശ്രീരാമൻ നേരത്തെ വിമർശിച്ചത്. ശ്രീരാമനെതിരെ പുലിക്കളി സംഘങ്ങളും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരും രംഗത്ത് വന്നിരുന്നു. തൃശൂർ സ്വരാജ് റൌണ്ടിൽ പുലിക്കളി നടത്താനുള്ള ഒരുക്കങ്ങളുമായി വിവിധ ദേശങ്ങൾ മുന്നോട്ടു പോകുമ്പോഴായിരുന്നു VK ശ്രീരാമന്റെ വിമർശനം. കണ്ടാൽ ഓക്കാനം വരുന്ന കലാവൈകൃതം ലോകത്ത് ഒരിടത്തുമില്ലെന്നായിരുന്നു ശ്രീരാമന്റെ വിമർശനം. ശ്രീരാമൻ നടത്തിയത് ബോഡി ഷേമിംഗ് ആണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും അയ്യന്തോൾ ദേശം ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചു. പിന്നാലെയാണ് ഫേസ്ബുക്കിൽ വിശദീകരണക്കുറിപ്പിറക്കി ഖേദം പ്രകടിപ്പിച്ചത്. തൃശൂരിലെ പുലിക്കളി സിംഗിൾ തീം ആർട്ട് ഫോമാണ്, കാസർകോട്ടേത് മാർഷൽ ആർട്സ് ഫോമും. ഇത് മനസ്സിലാക്കാതെയുള്ള അഭിപ്രായ പ്രകടനം പക്വത ഉള്ളതായിരുന്നില്ല. അഭിപ്രായ പ്രകടനവും അനുചിത പദപ്രയോഗവും മനോവിഷമം ഉണ്ടാക്കിയതിൽ ഖേദം രേഖപ്പെടുത്തുന്നതാണ് പുതിയ പോസ്റ്റ്. പുനേർകുളം പെരിയമ്പലത്തെ VP മാമു കമ്മ്യൂണിറ്റി ഹാൾ കെയർടേക്കർ നിയമനത്തിൽ ഭരണപക്ഷത്തിന് തിരിച്ചടി. UDF ഭരണസമിതി നിർദ്ദേശിച്ച ഉദ്യോഗാർത്ഥിയെ പ്രതിപക്ഷാംഗങ്ങൾ ഒന്നടങ്കം എതിർത്തതോടെയാണ് നിയമന നീക്കം പാളിയത്. ഇതോടെ തസ്തികയിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്താൻ തീരുമാനമായി. മുസ്ലിം ലീഗ് അംഗം തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതും കോൺഗ്രസ് മെമ്പർ യോഗത്തിൽ പങ്കെടുക്കാത്തതും UDFന് ക്ഷീണമായി. SDPI അംഗം വിഷയത്തിൽ UDFനൊപ്പം നിന്നു. ഓഡിറ്റോറിയത്തിൽ കെയർടേക്കറെ നിയമിക്കാൻ ഇന്റർവ്യൂ നടത്തി ഒരാളെ തെരഞ്ഞെടുത്തിരുന്നു. എന്നാൽ ഇയാളെ നിയമിക്കുന്നതിൽ UDFനുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ ഘടകകക്ഷികളോട് കൂടിയാലോചന നടത്തിയിരുന്നില്ല എന്നാണ് ആക്ഷേപം. പഞ്ചായത്ത് ഭരണസമിതിയെയോ പ്രസിഡന്റിനെയോ പരിഗണിക്കാതെ പല കാര്യങ്ങളിലും കോൺഗ്രസ് നേതൃത്വം നേരിട്ട് ഇടപെടുന്നതിൽ മുസ്ലിം ലീഗിനും ചില കോൺഗ്രസ് മെമ്പർമാർക്കും അതൃപ്തി ഉണ്ടായിരുന്നു. യഥാർത്ഥ കർഷകരെ അവഗണിച്ച് സഹകരണ ബാങ്ക് ഡയറക്ടർക്കും സെക്രട്ടറിക്കും കർഷക അവാർഡ് നൽകിയതിലും പരക്കെ ആക്ഷേപം ഉണ്ടായിരുന്നു. ഇതിനെതിരെ LDFലും പ്രതിഷേധം ഉയർന്നിരുന്നു. കെയർടേക്കർ നിയമനത്തിൽ UDFനുള്ളിലെ അതൃപ്തികൾ പരസ്യമായതോടെ ഭരണസമിതി മുന്നോട്ടുവച്ച നിർദ്ദേശം ആദ്യമായി യോഗത്തിൽ തള്ളിപ്പോയി.
പുതിയ ഭരണസമിതി പുന്നൂർക്കുളം പഞ്ചായത്തിൽ വന്നതു മുതൽ കെയർടേക്കറായി നിയമിച്ച ആളെ നിലനിർത്തുവാനാണ് കോൺഗ്രസുകാർ പരിശ്രമിച്ചിരുന്നത്. ഇതാണിവിടെ പാളിയത്. കോൺഗ്രസ് നിർദ്ദേശിച്ച ആളെ പിന്തുണയ്ക്കാൻ BJPയുമായി രഹസ്യ ചർച്ച നടത്തിയെങ്കിലും ഫലിച്ചില്ല. 21 മെമ്പർമാരിൽ UDFന് 9 അംഗങ്ങളാണുള്ളത്. ഇതിൽ ഒരാൾ വന്നില്ല. മറ്റൊരാൾ വോട്ടെടുപ്പിൽ നിഷ്പക്ഷത പാലിച്ചു. LDFിലെ 7-ൽ 6 പേരും BJPയുടെ 4 പേരും SDPI അംഗവും യോഗത്തിൽ പങ്കെടുത്തു. പുതിയതായി ആ വന്നിട്ടുള്ള ലിസ്റ്റിൽ നിന്ന് ആരും തന്നെ അർഹതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനർഹരായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള നിയമനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ലീഗിൻ്റെ മെമ്പർ ഈ യോഗത്തിൽ നിന്ന് ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഇറങ്ങിപ്പോകുന്ന സ്ഥിതി, SDPയുടെ മെമ്പർ UDF അനുകൂലമായി വോട്ട് ചെയ്യുന്ന സ്ഥിതി, ഇടതുപക്ഷ അംഗങ്ങളുടെ കൃത്യമായിട്ടുള്ള ഇടപെടലും ഇച്ഛാശക്തിയുമാണ് ആ നിയമനം ക്യാൻസൽ ചെയ്യാനും പഞ്ചായത്ത് സെക്രട്ടറി ആവശ്യപ്പെട്ട പ്രകാരം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്താനും വേണ്ടി സ്വീകരിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് UDF ഭരണസമിതിയുടെ ഈ തെറ്റായിട്ടുള്ള നിലപാടുകൾക്കെതിരെ, അഴിമതി നിറഞ്ഞ നിലപാടുകൾക്കെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ വരും ദിവസങ്ങളിലും തുടരും. എരുമപ്പെട്ടി പഴവൂരിൽ ആട് മോഷ്ടാക്കളെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. പഴവൂർ പുത്തൻ പീടികയിൽ സാധിക്കിന്റെ ഫാമിലെ ആടുകളെ മോഷ്ടിക്കാനെത്തിയ 4 പേരാണ് പിടിയിലായത്. ഒറ്റപ്പാലം സ്വദേശി നസീറും ഇയാളുടെ മകനും ഉൾപ്പെടെ 4 പേരാണ് പ്രതികൾ. വ്യാഴാഴ്ച പുലർച്ചെ 1:30ഓടെയാണ് സംഭവം. അറവുശാല നടത്തുന്ന സാധിക്കിന്റെ ഫാമിൽ നിന്നാണ് മോഷ്ടിക്കാൻ ശ്രമം നടത്തിയത്. വാഹനത്തിൽ ആടുകളെ കയറ്റുന്നതിനിടയിൽ ശബ്ദം കേട്ട അയൽവാസി വാഹനം തടഞ്ഞ് സാധിക്കിനെയും നാട്ടുകാരെയും വിവരം അറിയിച്ചു. ഇതിനിടയിൽ പ്രതികൾ തൊട്ടടുത്തുള്ള വനത്തിലേക്ക് കയറി. തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ പുലർച്ചെ 5 മണിയോടെയാണ് ഇവരെ കണ്ടെത്തിയത്. മദ്യപിച്ച് സ്വബോധം നഷ്ടപ്പെട്ട നിലയിൽ വനത്തിലെ പാറക്കൂട്ടത്തിന് മുകളിൽ കിടന്നുറങ്ങുകയായിരുന്നു പ്രതികൾ. തുടർന്ന് എരുമപ്പെട്ടി പോലീസ് എത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. കാറിടിച്ച് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. ചാവക്കാട് പൊന്നാനി സംസ്ഥാന പാതയിൽ പുതുർത്തിയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് കാറിടിച്ച് വഴിയാത്രകനായ ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ തമിഴ്നാട് സ്വദേശി 58 വയസ്സുള്ള പനീർ ശെൽവത്തിനെ നാട്ടുകാർ ചേർന്ന് സമീപമുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിന് ശേഷം കാർ നിർത്താതെ പോയി. മേഖലയിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. സാമൂഹ്യക്ഷേമ പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ വീടുകളിൽ നേരിട്ടെത്തിക്കണമെന്നും പെൻഷൻ വിതരണം അട്ടിമറിക്കുന്ന നീക്കങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് CPIM നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മകൾ നടത്തി. വിശദാംശങ്ങളിലേക്ക്. ചൊവ്വന്നൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെമ്മന്തിട്ട വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടി CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം പ്രശാന്ത് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ വിതരണം തടസ്സമില്ലാതെ പൂർണ്ണമായും ഉറപ്പാക്കണമെന്നും ഗുണഭോക്താക്കളുടെ അർഹമായ ആനുകൂല്യങ്ങൾ കവരരുതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രശാന്ത് മാസ്റ്റർ ആവശ്യപ്പെട്ടു. CPM ചൊവ്വന്നൂർ ലോക്കൽ കമ്മിറ്റി അംഗം MA പ്രകാശൻ അധ്യക്ഷനായി. സെക്രട്ടറി മിറാഷ്, ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനൂപ്, ഷാഫി തുടങ്ങിയവർ സംസാരിച്ചു. CPM ചൊവ്വന്നൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വന്നൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി K. കൊച്ചനിയൻ ഉദ്ഘാടനം ചെയ്തു. സുരക്ഷയും ക്ഷേമവും ഭരണാധികാരികളുടെ ഔദാര്യമല്ല, മറിച്ച് ജനങ്ങളുടെ അവകാശമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ K. കൊച്ചനിയൻ വ്യക്തമാക്കി. CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം KK സതീശൻ അധ്യക്ഷനായി. KSKTU ചൊവ്വന്നൂർ പഞ്ചായത്ത് സെക്രട്ടറി സുരേന്ദ്രൻ, പഞ്ചായത്ത് അംഗം സുജിഷ തുടങ്ങിയവർ സംസാരിച്ചു. CPM ചൊവ്വന്നൂർ ലോക്കൽ കമ്മിറ്റി നേതാക്കളും ജനപ്രതിനിധികളും സമരത്തിന് നേതൃത്വം നൽകി. CPM കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടങ്ങോട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പന്നിത്തടം ലോക്കൽ സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളനൂർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ, കടങ്ങോട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ UV ഗിരീഷ്, കടങ്ങോട് ലോക്കൽ സെക്രട്ടറി CH ലാഷ്, PA ഉണ്ണികൃഷ്ണൻ, CV സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. കുണ്ടന്നൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ CPM എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരം ഏരിയ കമ്മിറ്റി അംഗം KM അഷറഫ് ഉദ്ഘാടനം ചെയ്തു. ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M. നന്ദീഷ് അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM സജി, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ K. സതീഷ് കുമാർ, KT രാജൻ, AR അനൂപ്, KA വിജേഷ്, EC വേലായുധൻ എന്നിവർ സംസാരിച്ചു. പുന്നയൂർക്കുളം CPM കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ വില്ലേജ് ഓഫീസ് മാർച്ച് രാവിലെ 10:30 പുഴിക്കളയിൽ നിന്ന് ആരംഭിച്ചു. MT ശ്രീനിവാസൻ, CC ജയന്തി, ഷിനോജ്, ബേബി ഷമീർ, ബിന്ദു ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് പുന്നയൂർക്കുളം വില്ലേജ് ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർക്കുളം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി V. താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം AD ധനീബ് അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു.
ഏരിയ കമ്മിറ്റി അംഗവും ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റി മെമ്പറുമായ വി അപ്പുമാസ്റ്റർ സ്വാഗതവും കർഷക തൊഴിലാളി യൂണിയൻ പൊന്നേർകുളം വില്ലേജ് പ്രസിഡന്റ് KS ഭാസ്കരൻ നന്ദിയും പറഞ്ഞു. പോർക്കുളം ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിന് മുന്നിൽ കർഷക തൊഴിലാളി യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കൂട്ടായ്മ CPM ഏരിയ കമ്മിറ്റി അംഗം PM സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം K രാമകൃഷ്ണൻ അധ്യക്ഷനായി. CPM ഏരിയ കമ്മിറ്റി അംഗം PM സോമൻ, ലോക്കൽ സെക്രട്ടറി KM നാരായണൻ, KSKTU ജില്ലാ കമ്മിറ്റി അംഗം ഓമന ബാബു, P അരവിന്ദാക്ഷൻ, KA സുന്ദരമണി, PS ഷാനു, ED അജയ് ഘോഷ് എന്നിവർ സംസാരിച്ചു. CPM കണ്ടാണശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ടാണശ്ശേരി വില്ലേജ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം MB പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗം KG പ്രമോദ് അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം PA മുസ്തഫ, കണ്ടാണശ്ശേരി ലോക്കൽ സെക്രട്ടറി MV സന്തോഷ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ VK ദാസൻ, MP സജീബ്, AN സജീവൻ, ഷീബ ചന്ദ്രൻ, TK കുമാരൻ, വിനു ജോൺസൺ, U ഗോപകുമാർ എന്നിവർ സംസാരിച്ചു. പാരിസ് റോഡിൽ നിന്നും പ്രകടനമായി വില്ലേജ് ഓഫീസ് പരിസരത്തെത്തിയാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ജനപ്രതിനിധികളായ നിവ്യ റനീഷ്, സൗമ്യ ധനൻ, സാഫിറ അസീസ്, സുൽഫത്ത് ബക്കർ, സൗമ്യ നിമീഷ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. മണത്തല മുല്ലത്തറയിൽ നിന്നും പെൻഷൻകാരുടെ പ്രതിഷേധ പ്രകടനം ആരംഭിച്ചു. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രകടനം മണത്തല വില്ലേജ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചു. സമരം ചാവക്കാട് പാർട്ടി ഏരിയ സെക്രട്ടറിയും CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ TT ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. CPIM മണത്തല ലോക്കൽ സെക്രട്ടറി AA മഹേന്ദ്രൻ അധ്യക്ഷനായ പൊതുയോഗത്തിൽ അശോകൻ, അബ്ബാസ് മാലിക്കുളം, നഗരസഭാ വൈസ് ചെയർമാൻ ബിൻസി സന്തോഷ്, P യതീന്ദ്രദാസ് തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടുകാമ്പാൽ പഞ്ചായത്തിലെ പെഞ്ഞാമുക്ക് മേഖലയിൽ ജാതിക്ക കുരുമുളക് കള്ളന്മാരുടെ ശല്യം രൂക്ഷമായതോടെ പ്രദേശവാസികൾ പ്രതിസന്ധിയിലായി. വീടുകൾക്ക് മുൻപിൽ ഉണങ്ങാനിട്ടിരിക്കുന്ന ജാതിക്കയും കുരുമുളകുമാണ് മോഷ്ടാക്കൾ കവർന്നു കൊണ്ടുപോകുന്നത്. ബൈക്കിലെത്തിയ 2 പേരടങ്ങുന്ന സംഘമാണ് മോഷണം നടത്തുന്നത്. നിരവധി വീടുകളിലാണ് ഇത്തരത്തിൽ മോഷണം നടന്നിട്ടുള്ളത്. കാട്ടുകാമ്പാൽ പെഞ്ഞാമുക്ക് സ്വദേശി കൊച്ചുമോന്റെ വീടിന്റെ മുൻവശത്ത് വെച്ചിരുന്ന ജാതിക്ക മോഷ്ടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ വീടിന്റെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. കള്ളന്മാരുടെ ശല്യം രൂക്ഷമായതോടെ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ചാവക്കാട് ബ്ലാങ്ങാട് പൂട്ടിയിട്ട വീട്ടിൽ കയറി അലമാര കുത്തിത്തുറന്ന് സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്ന കേസിൽ പിടിയിലായ പ്രതികളെ ചാവക്കാട് പോലീസ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. കർണാടക ചാമുണ്ഡി നഗർ സ്വദേശി പ്രസാദ്, മൈസൂർ HD കോട്ട് സ്വദേശി ചോട്ട ഫയാസ് എന്നറിയപ്പെടുന്ന ഫയാസ് അഹമ്മദ് എന്നിവരെയാണ് ചാവക്കാട് SI അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കവർച്ച നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. വീടിന്റെ പുറകിലൂടെ അടുത്ത് കയറാൻ ആദ്യം ശ്രമിച്ച പ്രതികൾ പിന്നീട് വീടിന്റെ മുകളിലേക്ക് കയറുകയും കോണിപ്പടി വഴി താഴെ ഇറങ്ങി ഇരുമ്പ് അലമാര പൊളിച്ച് സ്വർണവും പണവും കവരുകയായിരുന്നുവെന്ന് പോലീസിനോട് വിശദീകരിച്ചു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രത്യേക സംഘവും ചാവക്കാട് പോലീസും ചേർന്ന് മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ വലയിലാക്കിയത്. പാതിവഴിയിൽ നിർമ്മാണം നിലച്ച ഗുരുവായൂർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ INTUC മോട്ടോർ ഡ്രൈവേഴ്സ് ഫെഡറേഷൻ റീത്ത് സമർപ്പിച്ചു. ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനമായി എത്തിയാണ് പ്രവർത്തകർ റീത്ത് സമർപ്പിച്ചത്. പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. അനുവദിച്ച തുക പകുതി പോലും ചിലവഴിക്കാതെ കരാർ കമ്പനിക്ക് ഒത്താശ ചെയ്യുന്നതിന് പകരം കരാർ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ നഗരസഭ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അഴിമതി നിഴലിലാക്കുന്നതിനാണ് നഗരസഭ ഇതിന് തയ്യാറാകാത്തത് എന്നും ആരോപണം ഉണ്ടായി. മോട്ടോർ ഫെഡറേഷൻ പ്രസിഡന്റ് CR മനോജ് അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ സെക്രട്ടറി MS ശിവദാസ്, റീജിയണൽ പ്രസിഡന്റ് VK വിമൽ, മണ്ഡലം പ്രസിഡന്റ് ഗോപി മനയത്ത്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, മണ്ഡലം പ്രസിഡന്റ് CS സൂരജ്, ബാലൻ വാറനാട്ട്, C കമറു, CK സത്യൻ, നവാസ് നൈനാൻ തുടങ്ങിയവർ സംസാരിച്ചു. സുമനസ്സുകളുടെ ശ്രമം സഫലം. കുമരനെല്ലൂരിൽ വൈകാരിക രംഗങ്ങൾ. തൃത്താലയിലെ മാധ്യമപ്രവർത്തകരുടെ ഇടപെടലും തൃത്താല പോലീസിന്റെ കരുതലും മാനസിക നിലതെറ്റി അലഞ്ഞു നടന്ന യുവാവിന്റെ പ്രതീക്ഷയറ്റ ജീവിതത്തിന് തുണയാവുകയാണ്. വർഷങ്ങളോളം തെരുവിൽ അലഞ്ഞ യുവാവിനെ ഒടുവിൽ 4 വർഷത്തിന് ശേഷം മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞു. CCTV സ്പെഷ്യൽ സ്റ്റോറി. എന്റെ മോനെ തോപ്പിന് മാറ്റിയിട്ട് കണ്ടല്ലോ ട്രീറ്റ്മെന്റ് കൊടുത്തു ഉഷാറായിട്ട് തിരിച്ചു വരുമല്ലോ.
മാനസിക നില തെറ്റി ഓർമ്മ നശിച്ച് തെരുവിൽ കഴിയേണ്ടി വരികയും ഒടുവിൽ തൃത്താല മാധ്യമപ്രവർത്തകരുടെ ഇടപെടലിലൂടെ കുമരനെല്ലൂർ സ്നേഹാലയത്തിൽ അഭയം കണ്ടെത്തുകയും ചെയ്ത യുവാവിന് ഒടുവിൽ സ്വന്തം കുടുംബത്തിന്റെ തണൽ. 4 വർഷം മുൻപ് കാണാതായ മകനെ തേടിയെത്തിയ മാതാപിതാക്കൾ കണ്ണീരോടെയും ആശ്വാസത്തോടെയും മകനെ തിരിച്ചറിഞ്ഞു. ശ്രീകൃഷ്ണപുരം മംഗലാംകുന്ന് കാട്ടുകുളം നീലഞ്ചിറ വീട്ടിൽ വാസുവിന്റെയും അനിതയുടെയും മകനായ 30 വയസ്സുകാരൻ സന്ദീപാണ് ഈ നിർണായക കണ്ടെത്തലിലൂടെ മാതാപിതാക്കളുടെ അരികിലേക്ക് തിരിച്ചെത്തുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കുന്നംകുളം കേച്ചേരി ഭാഗത്ത് വെച്ച് വിശപ്പ് സഹിക്കാനാവാതെ തെരുവുനായയുടെ പച്ചയിറച്ചി കഴിക്കുന്ന അവസ്ഥയിലുള്ള സന്ദീപിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ വൻ പ്രചാരണം നേടിയിരുന്നു. ഈ ദൃശ്യങ്ങൾ കണ്ട് പലരും സഹതാപം പ്രകടിപ്പിച്ചെങ്കിലും ഈ മനുഷ്യനെ സുരക്ഷിതമായൊരിടത്തേക്ക് മാറ്റാൻ ആരും മുന്നോട്ട് വന്നില്ല. എന്നാൽ തൊട്ടടുത്ത ദിവസം മേഴത്തൂർ റോഡിലൂടെ അവശനിലയിൽ നടന്നു പോവുകയായിരുന്ന സന്ദീപിനെ തൃത്താല മാധ്യമപ്രവർത്തകർ കണ്ടെത്തി തിരിച്ചറിയുകയായിരുന്നു. ഉടൻ തന്നെ തൃത്താല പോലീസുമായി സ്ഥലത്തെത്തിയ ശേഷം ഭക്ഷണവും വെള്ളവും നൽകി. തുടർന്ന് സന്ദീപിനെ കുമരനെല്ലൂരിലെ സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് മാറ്റുകയുമായിരുന്നു. 4 വർഷമായി മാനസികരോഗത്താൽ അലഞ്ഞിരുന്ന് നടന്ന ഒരു യുവാവിനെ മേഴത്തൂർ ഭാഗത്ത് കണ്ടെത്തുകയും തൃത്താല പോലീസിൻ്റെയും മീഡിയയുടെയും സഹായത്തോടെ കല്ലടത്തൂർ എഞ്ചിനീയർ റോഡിലുള്ള സ്നേഹാലയത്തിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഈ വാർത്ത കേട്ടറിഞ്ഞ് സന്ദീപിൻ്റെ അച്ഛനും അമ്മയും സ്ഥാപനത്തിൽ ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. സന്ദീപിൻ്റെ SLC ബുക്ക് കാണിച്ചു. സന്ദീപ് മകനാണെന്ന് അവർക്ക് ബോധ്യമായി, ഉറപ്പായിരിക്കുകയാണ്. ഈ വാർത്ത മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതോടെയാണ് കാണാതായ മകനെക്കുറിച്ച് വാസുവിനും അനിതയ്ക്കും വിവരം ലഭിക്കുന്നത്. ബുധനാഴ്ച രാവിലത്തോടെ സ്നേഹാലയത്തെത്തിയ മാതാപിതാക്കൾ സന്ദീപിനെ കണ്ട് തിരിച്ചറിഞ്ഞതോടെ വികാരാധീനരായി. മാനസിക നില തെറ്റിയ അവസ്ഥയിലാണെങ്കിലും അമ്മയെ കണ്ട സന്ദീപും മകനെ തിരികെ കിട്ടിയ സന്തോഷത്തിൽ അമ്മ അനിതയും പരസ്പരം സ്നേഹചുംബനങ്ങൾ കൈമാറിയത് കണ്ടുനിന്നവർക്കും നൊമ്പരവും സന്തോഷവും പകർന്നു. കാട്ടുകുളം സ്കൂളിൽ 10ാം ക്ലാസ് വിജയിച്ച സന്ദീപ് പഠനത്തിൽ മിടുക്കനായിരുന്നെങ്കിലും പിന്നീട് മാനസിക നില തെറ്റുകയായിരുന്നു. ഇതോടെ ഇടയ്ക്കിടെ വീട്ടിൽ നിന്നും സന്ദീപ് ആരോടും ഒന്നും പറയാതെ ഇറങ്ങിപ്പോവും. പിന്നീട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നിശബ്ദനായി തിരികെ വരും. ഇത്തരത്തിൽ ഒരിക്കൽ ഇറങ്ങിപ്പോയ സന്ദീപ് പിന്നെ തിരികെ വീട്ടിലെത്തിയില്ല. മകനെ തേടി മാതാപിതാക്കൾ ഒരുപാട് സ്ഥലങ്ങളിൽ മാസങ്ങളോളം തിരഞ്ഞു നടന്നുവെങ്കിലും കണ്ടെത്താനായില്ല. പിന്നീട് 4 വർഷവും സന്ദീപിനായുള്ള തിരച്ചിലിലായിരുന്ന കുടുംബത്തിന് തൃത്താലയിലെ മാധ്യമപ്രവർത്തകരുടെ കൃത്യസമയത്തെ കണ്ടെത്തലും തൃത്താല പോലീസിന്റെ മികച്ച സഹകരണവുമാണ് ഒടുവിൽ മകനിലേക്കുള്ള വഴികാട്ടിയായത്. 4 വർഷം മുമ്പ് പോയതാണ്. കണ്ടിട്ട് മോനെ കാണാൻ പറ്റും. അതിൻ്റെ മുമ്പ് അവന് മരുന്ന് കൊടുത്തു. പട്ടാമ്പി ചേവന ആസ്പത്രിയിലാണ് കാണിച്ചിരുന്നു. മരുന്ന് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അവ ഇങ്ങനെ ആയി പോയത്. വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾ കണ്ടു. സാധാരണ ഒരാൾ പണിക്ക് പോയിട്ട് വേണം. ഭർത്താവിനാണെങ്കിൽ സുഖമില്ല. പട്ടാമ്പി ചേവന ആസ്പത്രിയിലാണ് കാണിക്കുന്നത്. 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തു. ഒരമ്മയാണ് വായിച്ചായത്. ബുധനാഴ്ച കാലത്ത് 9 മണിയോടെ മാതാപിതാക്കളായ വാസുവും അനിതയും മകനെ കാണാനായി കുമരനെല്ലൂരിലെ സ്നേഹാലയത്തിൽ എത്തുകയായിരുന്നു. മാനസിക നില തെറ്റി ഓർമ്മകൾ നഷ്ടമായ സന്ദീപിനെ വിദഗ്ധ ചികിത്സകൾക്ക് വിധേയനാക്കാനാണ് ഈ മാതാപിതാക്കളുടെ തീരുമാനം. മകനെ കണ്ടെത്താൻ സഹായിച്ച മാധ്യമപ്രവർത്തകർക്കും തുണയായി നിന്ന പോലീസിനും തങ്ങളുടെ തീർത്താൽ തീരാത്ത കടപ്പാടുകൾ അറിയിക്കാനും ഈ മാതാപിതാക്കൾ മറന്നില്ല. പെരുമ്പിലാവ് തിപ്പിലിശ്ശേരി LP സ്കൂളിന് സമീപം വാഹനാപകടം 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽപ്പെട്ട ബൈക്കിന് 2 നമ്പർ പ്ലേറ്റുകൾ ഉണ്ടായിരുന്നത് ദുരൂഹത സൃഷ്ടിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:30 തിപ്പിലിശ്ശേരി സ്കൂളിന് സമീപത്താണ് അമിത വേഗതയിൽ വന്ന ബൈക്ക് മറിഞ്ഞത്. വടക്കേക്കാട് സ്വദേശികളായ 18 വയസ്സുള്ള ശബരിനാഥ്, 24 വയസ്സുള്ള കിരൺ, 21 വയസ്സുള്ള നീരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. നാട്ടുകാർ ചേർന്ന് ഇവരെ ആംബുലൻസിൽ കയറ്റിവിട്ടെങ്കിലും പിന്നീടാണ് ബൈക്ക് ശ്രദ്ധിച്ചത്. മുൻവശത്ത് നമ്പറില്ലാത്ത ബൈക്കിന്റെ പുറകുവശത്ത് 2 നമ്പർ പ്ലേറ്റുകൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ച നിലയിലായിരുന്നു. 2 നമ്പർ പ്ലേറ്റുകളിലും വ്യത്യസ്ത നമ്പറുകളാണ് ഉണ്ടായിരുന്നത്. അപകടം നടന്ന ബൈക്കിന് സമീപത്ത് നിന്ന് മഞ്ഞ നിറത്തിലുള്ള പൊടി കണ്ടെത്തിയതും ദുരൂഹത വർദ്ധിപ്പിച്ചു. കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇനി ഓണവിശേഷം.
ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിന് സർക്കാർ ശ്രമങ്ങൾക്കൊപ്പം സമൂഹത്തിന്റെ കൂടി പിന്തുണ അനിവാര്യമെന്ന് തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ പറഞ്ഞു. ചൈതന്യ സ്പെഷ്യൽ സ്കൂളിൽ ആരവൻ 2026 എന്ന പേരിൽ നടന്ന ഓണാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങൾക്ക് സഹതാപമല്ല വേണ്ടത്, അവരെ ചേർത്തുപിടിക്കാൻ എല്ലാവരും തയ്യാറാകണം. വർത്തമാനകാലത്ത് ഭിന്നശേഷി സൗഹൃദ ഇടങ്ങളാണ് പൊതുസ്ഥലങ്ങളെല്ലാം. അവർക്കുവേണ്ടി പല പദ്ധതികളും നടപ്പിലാക്കുന്നുമുണ്ട്, കളക്ടർ പറഞ്ഞു. ഏതൊരു വ്യക്തിക്കും, ഏത് ഭിന്നശേഷിയുള്ള ആൾക്കാണെങ്കിൽ കൂടി നമ്മളുടെ ഓരോ സ്ഥലങ്ങളും അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അവിടെ എല്ലാം അവർക്ക് എന്താണ് പറയുന്നത്, ഞാനൊരു ഭിന്നശേഷിക്കാരനാണ് എന്നുള്ള ഒരു സിമ്പതി അല്ല അവർ ചോദിച്ചു വാങ്ങേണ്ടത്, മറിച്ച് അവർക്ക് ആത്മാഭിമാനത്തോടെ കയറി ചെല്ലാൻ പറ്റുന്ന ഇടങ്ങളായിട്ട് നമ്മുടെ ഓരോ പൊതുസ്ഥലങ്ങളും മാറേണ്ടതുണ്ട്. ഒരു ഗാനവും ആലപിച്ചാണ് കളക്ടർ മടങ്ങിയത്. മറ്റാരും കാണാതെ മിന്നലായി വന്നു ചെല്ലക്കിനാവുകൾ കുടഞ്ഞെറിഞ്ഞാൽ മിന്നാമീനുകൾ മെല്ലെ വീതും മെല്ലെ കൊക്കിക്കുറുകിയും കുറുകുറുകിയും മേൽക്കായം വെട്ടുകിളി കാടോരം കൊത്തിപ്പേറുകിയും കുറവാലിക്കാട്ടിയും കടകൂട്ടിപ്പായാലെന്തേ. ഓണാഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ പുതിയതായി ആരംഭിച്ച ബാൻഡ് സെറ്റിന്റെ ഉദ്ഘാടനവും കളക്ടർ ശിഖ സുരേന്ദ്രൻ നിർവഹിച്ചു. ബാലസഹായ സമിതി പ്രസിഡന്റ് അജിത് എം ചീരൻ അധ്യക്ഷനായി. വാർഡ് കൗൺസിലറും നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ആർഷ ജിജു, ആർത്താറ്റ് കുന്നംകുളം മാർത്തോമ ചർച്ച് വികാരി റവറൻ ജോബി കൊരുത്, NPM ഗ്രൂപ്പ് ഡയറക്ടർ ഫസലുദ്ദീൻ കമറുദ്ദീൻ, മാധ്യമപ്രവർത്തകൻ ഗിരീഷ് കുമാർ, ചൈതന്യ സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ NJ ലിസി എന്നിവർ സംസാരിച്ചു. ചൈതന്യ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥിനി ആദിത്യ കെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. സ്കൂളിലെ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി. ലഹരിവിരുദ്ധ സന്ദേശം ഉയർത്തിപ്പിടിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച തൂഫാൻ പരിപാടിയുടെ പ്രധാന ആകർഷണമായിരുന്നു. ഓണസദ്യയും ഓണക്കളികളും ഓണസമ്മാനങ്ങളും ഉൾപ്പെടെ വിവിധ പരിപാടികളോടെ നടന്ന ആരവം 2026 ഹൃദ്യമായി. വിശാഖം നാളിൽ ഗുരുവായൂർ ക്ഷേത്രനടയിൽ വേൽമുരുകന്റെ പൂക്കള വിസ്മയം. മയിൽവാഹനനായ മുരുകന്റെ രൂപം വർണ്ണാഭമാക്ക പൂക്കളം ഒരുക്കിയത്. കയ്യിൽ വേലേന്തി മയിൽപ്പുറത്തിരിക്കുന്ന മുരുകന്റെ രൂപം പൂക്കളിൽ അതിമനോഹരമായി ആവിഷ്കരിച്ചിരിക്കുകയായിരുന്നു. വൃത്താകൃതിയിൽ ഒരുക്കിയ പൂക്കളത്തിന്റെ മധ്യഭാഗത്താണ് വേൽമുരുകന്റെ രൂപം. മുന്നിലായി താമരയുടെ ആകൃതിയിലുള്ള പൂക്കള അലങ്കാരവും നിലവിളക്കും ഒരുക്കിയതോടെ പൂക്കളത്തിന് കൂടുതൽ ഭക്തിസാന്ദ്രമായ മനോഹാരിത കൈവന്നു. വേൽമുരുകന്റെ പൂക്കളം കാണാനും ചിത്രങ്ങൾ പകർത്താനും ഭക്തർ കൗതുകത്തോടെയും ഭക്തിയോടെയും ഒത്തുകൂടി. പൂക്കളത്തിൽ വിരിഞ്ഞ മുരുകന്റെ രൂപം ഗുരുവായൂരിന്റെ ഓണക്കാല കാഴ്ചകളിൽ വേറിട്ട ഭക്തിഭാവമാണ് പകർന്നത്. ഓണക്കാലത്ത് ഗുരുവായൂർ ക്ഷേത്രനടയിൽ ദിവസവും വ്യത്യസ്ത രൂപങ്ങളിലും വർണ്ണങ്ങളിലുമുള്ള പൂക്കളങ്ങൾ ഒരുക്കുന്നത് പതിവാണ്. അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രനടയിലെ പൂക്കളങ്ങൾ ദർശനത്തിനെത്തുന്നവർക്കും വേറിട്ട കാഴ്ചാനുഭവമാണ് സമ്മാനിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഓണാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആഘോഷ പരിപാടികൾക്കായി 19,10,000 രൂപയുടെ എസ്റ്റിമേറ്റിനാണ് ദേവസ്വം ഭരണസമിതി അംഗീകാരം നൽകിയിട്ടുള്ളത്. 10,000 പേർക്ക് തിരുവോണ സദ്യ നൽകും. 25-ന് ക്ഷേത്രത്തിൽ ഉത്രാടക്കാഴ്ച ശീവേലി സമർപ്പണം നടക്കും. രാവിലെ ശീവേലിക്ക് ശേഷമാണ് കാഴ്ചക്കുല സമർപ്പണം. സ്വർണ്ണക്കൊടിമര ചുവട്ടിൽ മേൽശാന്തി ആദ്യം കാഴ്ചക്കുല സമർപ്പിക്കും. തുടർന്ന് ദേവസ്വം ഭരണസമിതി അംഗങ്ങളും ഭക്തരും സമർപ്പണത്തിൽ പങ്കാളികളാകും. കാഴ്ചക്കുല സമർപ്പിക്കാനെത്തുന്നവർക്ക് പ്രത്യേക വരി സംവിധാനമൊരുക്കും. തിരുവോണ ദിവസമായ 26-ന് പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിശേഷാൽ കാഴ്ചശീവേലിയും മേളവും ഉണ്ടാകും. പുലർച്ചെ 4:30-ക്കാണ് ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം. ക്ഷേത്രമൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആദ്യം ഓണപ്പുടവ സമർപ്പിക്കും. തുടർന്ന് ചെയർമാനും ഭരണസമിതി അംഗങ്ങളും സമർപ്പിക്കും. ഉഷപൂജ വരെ ഭഗവാന് ഓണപ്പുടവ സമർപ്പിക്കാം. രാവിലെ 9-ന് തിരുവോണ സദ്യ തുടങ്ങും. സദ്യയുടെ വരി ഉച്ചയ്ക്ക് 2-ന് അവസാനിപ്പിക്കും. തുടർന്ന് ബുഫേ നൽകും. കാളൻ, ഓലൻ, എരിശ്ശേരി, അവിയൽ, പഴംപ്രഥമൻ, മോര്, കായവറവ്, പപ്പടം, അച്ചാർ എന്നിങ്ങനെയാണ് വിഭവങ്ങൾ. അന്നലക്ഷ്മി ഹാളിലും ഇതിനോട് ചേർന്നുള്ള താൽക്കാലിക പന്തലിലുമാണ് പ്രസാദഊട്ട് നൽകുന്നത്. തിരുവോണ ദിവസം രാവിലെ കൊമ്പൻ ബൽറാമും ഉച്ചതിരിഞ്ഞ് ഇന്ദ്രസനും രാത്രി രാജശേഖരനും കോലമേറ്റും. രാവിലത്തെ ശീവേലിക്ക് കോട്ടപ്പടി സന്തോഷ് മാരാരും ഉച്ചതിരിഞ്ഞ് ഗുരുവായൂർ ശശിമാരാരും മേളം നയിക്കും. ഭക്തജനത്തിരക്ക് കണക്കിലെടുത്ത് ഉത്രാടം മുതൽ ചതയം വരെ രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2 വരെ VIP ദർശനത്തിന് നിയന്ത്രണമുണ്ടാകും.
കൂടുതൽ ഭക്തർക്ക് ദർശനം ഉറപ്പാക്കുന്നതിനായി 1 മണിക്കൂർ ദർശന സമയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സാധാരണ 4:30 തുറക്കാറുള്ള ക്ഷേത്രനട ഈ ദിവസങ്ങളിൽ 3:30 തുറക്കും. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, സി മനോജ്, AU ഷിനിജ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ ദേവസ്വം വെൽഫെയർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. വാശിയേറിയ വടംവലിയോടെയാണ് മത്സരങ്ങൾ തുടങ്ങിയത്. ജീവനക്കാർ ആവേശത്തോടെ അണിനിരന്ന മത്സരത്തിൽ കരുത്തും കൂട്ടായ്മയും പ്രകടിപ്പിച്ച് ആനക്കോട്ടെ വിഭാഗം 1ാം സ്ഥാനം സ്വന്തമാക്കി. ആരോഗ്യ വിഭാഗം 2ാം സ്ഥാനവും ഇലക്ട്രിക്കൽ വിഭാഗം 3ാം സ്ഥാനവും നേടി. വിജയികൾക്ക് വെൽഫെയർ കമ്മിറ്റി വൈസ് ചെയർമാൻ ഡോക്ടർ MN രാജീവ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വെൽഫെയർ കമ്മിറ്റി ജനറൽ സെക്രട്ടറി രമിത് രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി GN രാമകൃഷ്ണൻ, M നവീൻ, K രമേശ്, ദീപ്തി പാട്ടത്തിൽ, ഏലക്കുളം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ജീവനക്കാരുടെ പൂക്കള മത്സരം നാളെ നടക്കും. ചിങ്ങമാസത്തിലെ തിരക്ക് കണക്കിലെടുത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ദേവസ്വം ചെയർമാൻ AB ഗോപിനാഥ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 23-ന് 429, ഓഗസ്റ്റ് 30-ന് 342, സെപ്റ്റംബർ 13-ന് 328 വിവാഹങ്ങളാണ് ഷീട്ടാക്കിയിട്ടുള്ളത്. ദർശനവും വിവാഹ ചടങ്ങുകളും സുഗമമായി നടത്താൻ ഭക്തജനങ്ങളുടെ സഹകരണവും അദ്ദേഹം അഭ്യർത്ഥിച്ചു. വിവാഹങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനായി ഈ 3 ദിവസങ്ങളിലും പുലർച്ചെ 4 മുതൽ വിവാഹ ചടങ്ങുകൾ ആരംഭിക്കും. 6 വിവാഹ മണ്ഡപങ്ങൾ സജ്ജമാക്കും. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കിഴക്കേനട വൺവേയാക്കും. വിവാഹ സംഘങ്ങൾ നേരത്തെയെത്തി മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിന് തെക്കുഭാഗത്തെ പുതിയ നടപ്പന്തലിലെ കൗണ്ടറിൽ നിന്ന് ടോക്കൺ വാങ്ങണം. വധൂവരന്മാർ ഉൾപ്പെടെ പരമാവധി 24 പേർക്ക് മാത്രമാണ് മണ്ഡപത്തിന് സമീപം പ്രവേശനം അനുവദിക്കുക. അഭൂതപൂർവമായ തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്രത്തിനകത്തും പുറത്തും ക്ഷേത്രനഗരിയിലും കൂടുതൽ പോലീസിനെ വിന്യസിക്കും. മഫ്റ്റിയിലും പോലീസിനെ നിയോഗിക്കും. സാധാരണ ദിവസങ്ങളിലേതിനു പുറമെ 100 കൂടുതൽ പോലീസിനെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ചെയർമാൻ പറഞ്ഞു. കല്യാണത്തിന് കല്യാണ കൂട്ടർ വന്ന എല്ലാവർക്കും കല്യാണ പന്തലിൻ്റെ അരികിൽ എത്തിച്ചേരാനും കല്യാണത്തിൽ പങ്കുചേരാനുമുള്ള ഒരു ഏർപ്പാട് ഞങ്ങളിപ്പോൾ ചെയ്തിട്ടുണ്ട്. തൊഴാൻ വരുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത്. ഈ തിരക്കും ബഹളങ്ങളെല്ലാം തന്നെ സാധാരണ തൊഴുകുന്നവർക്ക് പ്രയാസമില്ലാതെ കഴിക്കുകയും ചെയ്യുക എന്നുള്ളത് ദേവസ്വത്തിൻ്റെ പരമപ്രധാനമായ ഒരു ലക്ഷ്യമാണ്. പോക്കറ്റടി ഉൾപ്പെടെയുള്ള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ കർശന നിരീക്ഷണമുണ്ടാകും. ക്ഷേത്രത്തിനകത്തും പുറത്തുമുള്ള CCTV ക്യാമറകൾ അടിയന്തരമായി പ്രവർത്തനക്ഷമമാക്കി 24 മണിക്കൂർ നിരീക്ഷണം ശക്തമാക്കും. ദർശനത്തിരക്ക് നിയന്ത്രിക്കുന്നതിനായി പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം എന്നിവ അനുവദിക്കില്ല. ക്ഷേത്രപരിസരത്ത് ദേവസ്വം മെഡിക്കൽ സംഘത്തെയും സജ്ജമാക്കും. തിരക്ക് കണക്കിലെടുത്ത് അനാവശ്യമായി ഗുരുവായൂരിലേക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും റോഡരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്നും ദേവസ്വം നിർദ്ദേശിച്ചു. ഇന്നർ റിംഗ്, ഔട്ടർ റിംഗ് റോഡുകളിൽ പാർക്കിംഗ് അനുവദിക്കില്ല. ദേവസ്വം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ, ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മൈതാനങ്ങളിൽ പാർക്കിംഗ് സൗകര്യമൊരുക്കും. അടിയന്തര സാഹചര്യങ്ങളിൽ ആംബുലൻസിനും ഫയർഫോഴ്സിനും വഴിയൊരുക്കണമെന്നും ദേവസ്വം അഭ്യർത്ഥിച്ചു. ദേവസ്വം കാര്യാലയത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, സി മനോജ്, ഷിനിജ എന്നിവരും പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സപ്ലൈകോ സംഘടിപ്പിക്കുന്ന കുന്നംകുളം നിയോജക മണ്ഡലം ഓണം ഫെയർ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം മാവേലി സൂപ്പർ സ്റ്റോറിലാണ് ഓഗസ്റ്റ് 20 മുതൽ 25 വരെ നീളുന്ന ഫെയർ സംഘടിപ്പിച്ചിരിക്കുന്നത്. അരിയും വെളിച്ചെണ്ണയും അടക്കമുള്ള വിവിധ ഭക്ഷ്യവസ്തുക്കൾ ന്യായവിലയ്ക്ക് ലഭ്യമാക്കുന്നതിനൊപ്പം ഉപഭോക്താക്കൾക്കായി വൻ വിലക്കുറവും പ്രത്യേക ഓഫറുകളും സമ്മാന പദ്ധതികളും ഫെയറിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ആദ്യ വിൽപ്പന ഡിവിഷൻ കൌൺസിലറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ മിനി മോൻസൺ നിർവഹിച്ചു. സപ്ലൈകോ വടക്കാഞ്ചേരി ഡിപ്പോ മാനേജർ KP ഷെഫീർ സ്വാഗതവും കുന്നംകുളം താലൂക്ക് സപ്ലൈ ഓഫീസർ ബിജു ജെയിംസ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ സാമൂഹിക പ്രമുഖരായ അഡ്വക്കേറ്റ് CB രാജീവ്, ഗഫൂർ പള്ളിക്കൽ, AM ബാബു, PM സുരേഷ്, പ്രേംരാജ് ചൂണ്ടലാത്ത്, പ്രസാദ് പുലിക്കോട്ടിൽ, ജെയ്ബിൻ, സോമൻ ചെറുകുന്ന, MN സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഓണവിപണി കേരളമെങ്ങും സജീവമാകുമ്പോൾ ഓണസദ്യയിലെ ഒഴിച്ചുകൂടാനാകാത്ത വിഭവമായ പപ്പടത്തിന്റെ പിന്നിലെ തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയിലാണ്. ഉഴുന്നിന്റെയും മറ്റ് അസംസ്കൃത വസ്തുക്കളുടെയും വില ഇരട്ടിയായതോടെ ചാവക്കാട്ടെ പരമ്പരാഗത പപ്പട നിർമ്മാതാക്കൾക്ക് ഈ ഓണക്കാലം പ്രതീക്ഷയുടേതല്ല, മറിച്ച് അതിജീവനത്തിന്റേതായി മാറിയിരിക്കുകയാണ്. ചാവക്കാട് നിന്ന് RH ഹാരിസ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
പായയിൽ നിരത്തിവെച്ച വെളുത്ത പപ്പടങ്ങൾ, കൈകളുടെ താളത്തിൽ വട്ടം പരത്തുന്ന തൊഴിലാളികൾ, തലമുറകളായി തുടരുന്ന ഒരു കുടിൽ വ്യവസായത്തിന്റെ ജീവനുള്ള കാഴ്ചകളാണിവ. ഓണസദ്യയിൽ ഒരു പപ്പടം പൊട്ടുന്ന ശബ്ദം സന്തോഷത്തിന്റെ അടയാളമാണെങ്കിൽ ആ പപ്പടം ഉണ്ടാക്കുന്ന കുടുംബങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ആശങ്കയുടെ നിശബ്ദതയാണ് നിറയുന്നത്. ചാവക്കാട് മേഖലയിലെ നിരവധി കുടുംബങ്ങൾ വർഷങ്ങളായി പാരമ്പര്യ രീതിയിൽ കൈകൊണ്ട് പപ്പടം നിർമ്മിച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഉഴുന്ന് കുതിർത്ത് അരയ്ക്കുന്നത് മുതൽ മാവ് കുഴച്ച് ചെറിയ ഉരുളകളാക്കി കൈകൊണ്ടു പരത്തി ഉണക്കുന്നതുവരെ ഓരോ ഘട്ടവും കഠിനാധ്വാനം നിറഞ്ഞതാണ്. എന്നാൽ ഇത്തവണ ഓണക്കാലം ഇവർക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത്. പപ്പട നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുവായ ഉഴുന്നിന് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയിലേറെ വിലയാണ്. എണ്ണ, കുരുമുളക്, ജീരകം, പാക്കിംഗ് സാമഗ്രികൾ എന്നിവയുടെ വിലയും കുത്തനെ ഉയർന്നു. വിലക്കയറ്റം രൂക്ഷമായിട്ടും പപ്പടത്തിന്റെ വിപണി വില അതേ തോതിൽ വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല. വലിയ കമ്പനികളുടെ യന്ത്രനിർമ്മിത പപ്പടങ്ങളുമായി മത്സരിക്കേണ്ടതിനാൽ വില കൂട്ടിയാൽ ഉപഭോക്താക്കളെ നഷ്ടപ്പെടുമെന്ന ആശങ്കയും നിർമ്മാതാക്കൾക്കുണ്ട്. തനതായ രീതിയിൽ നിർമ്മിക്കുന്ന പപ്പടങ്ങൾക്ക് ഇന്നും വിപണിയിൽ പ്രത്യേക സ്ഥാനമുണ്ട്. യന്ത്രങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന പപ്പടങ്ങളെക്കാൾ കൈകൊണ്ട് പരത്തിയെടുക്കുന്ന പപ്പടത്തിന് രുചിയും മുറുമുറുപ്പും ഗുണമേന്മയും കൂടുതലാണെന്ന് ഉപഭോക്താക്കൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഓണക്കാലത്ത് ആവശ്യക്കാരും ഏറെയാണ്. എന്നാൽ ആവശ്യക്കാർ വർദ്ധിച്ചിട്ടും ലാഭം വർദ്ധിക്കുന്നില്ല എന്നതാണ് ഈ മേഖലയിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. ചെലവ് കുതിച്ചുയരുമ്പോൾ വരുമാനം അതേപടി തുടരുന്നത് കുടുംബങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധിയാക്കുകയാണ്. പപ്പടത്തിന് കച്ചവടമൊക്കെ ഉണ്ട്, പക്ഷേ ഉഴുന്നിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കവറിന് ഇപ്പോൾ യുദ്ധം തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് കവറിനൊക്കെ 1 കിലോന് 100 രൂപയാണ് കൂടിയത്. അപ്പോൾ ഇത് നമ്മൾ ഒരു ഇങ്ങനെ നടത്തി കൊണ്ടുപോകുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ പുതിയതായിട്ട് പപ്പടപ്പണിയൊന്നും ആരും പഠിക്കണമൊന്നുമില്ല. പിന്നെ ജോലിക്കാരെ കിട്ടാനോ ബുദ്ധിമുട്ടാണ്. മറ്റൊരാശങ്ക പുതിയ തലമുറയുടെ പിന്മാറ്റമാണ്. കഠിനാധ്വാനവും കുറഞ്ഞ വരുമാനവും കാരണം യുവാക്കൾ ഈ മേഖലയിലേക്ക് കടന്നുവരാൻ താൽപര്യം കാണിക്കുന്നില്ല. അതോടെ തലമുറകളായി നിലനിന്നിരുന്ന ഈ കുടിൽ വ്യവസായത്തിന്റെ ഭാവി അനിശ്ചിതത്വത്തിലാവുകയാണ്. ഓണസദ്യയിൽ മലയാളികൾ ആസ്വദിക്കുന്ന ഓരോ പപ്പടത്തിനു പിന്നിലും ഇങ്ങനെ ഒരു പിടി കുടുംബങ്ങളുടെ അധ്വാനവും ജീവിത പോരാട്ടവുമുണ്ട്. ആ പരമ്പരാഗത രുചി നിലനിർത്താൻ ഈ ചെറുകിട നിർമ്മാതാക്കൾക്ക് കൂടുതൽ പിന്തുണയും സംരക്ഷണവും ആവശ്യമാണ്. കുന്നംകുളം നെപ്പൻസ് റോഡ് ശാന്തിഭവൻ അംഗൻവാടിയിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ കുന്നംകുളം നഗരസഭാംഗം സോമൻ ചെറുകുന്ന ഉദ്ഘാടനം ചെയ്തു. നഗരസഭാംഗം റീജ സലിൽ അധ്യക്ഷത വഹിച്ചു. LMSE അംഗങ്ങളായ ഡെന്നിസ് മങ്ങാട്, KM സൂസന്ന, ആശാവർക്കർ സുനിത എന്നിവർ സംസാരിച്ചു. അങ്കണവാടി അധ്യാപകരായ KP പ്രീജ സ്വാഗതവും KM ഷീജ നന്ദിയും പറഞ്ഞു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഓണസദ്യയും ഓണപ്രതിജ്ഞയും ഉണ്ടായിരുന്നു. ജൈവ കർഷക KS ഷീജയുടെ കൃഷിയിടത്തിൽ വിളവെടുപ്പ് നടത്തി. ഓണവിപണി ലക്ഷ്യം വെച്ച് കണ്ടാണശ്ശേരിയിലെ കൃഷിയിടത്തിൽ നടത്തിയ ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത്. കണ്ടാണശ്ശേരിയിൽ പഴയ പോലീസ് സ്റ്റേഷൻ എതിർവശത്തായുള്ള കൃഷിയിടത്തിൽ മഞ്ഞൾ, ചേന, ചേമ്പ്, പയർ, ചെരവയ്ക്ക, കോവയ്ക്ക, മത്തൻ, കുമ്പളം, വെണ്ട, വഴുതന തുടങ്ങിയവയ്ക്കൊപ്പം ഓണത്തിന് പൂക്കളം തീർക്കാനുള്ള ചെണ്ടുമല്ലി പൂവുമാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. ഒരു പതിറ്റാണ്ടിലേറെയായി ബ്രഹ്മകുളത്തുള്ള വീടിന്റെ പരിസരത്തും വിവിധയിടങ്ങളിൽ പാട്ടത്തിനെടുത്ത ഭൂമികളിലുമായി ജൈവ പച്ചക്കറി കൃഷി നടത്തിവരുന്ന ഷീജയ്ക്ക് ഇതിനോടകം നിരവധി പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. ഓണപ്പച്ചക്കറിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA നിർവഹിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് CK സുദീപ, പഞ്ചായത്ത് അംഗം വിനു ജോൺസൺ, കൃഷി ഓഫീസർ ഡോക്ടർ ഗായത്രി രാജശേഖരൻ, ഗുരുവായൂർ നഗരസഭാ കൌൺസിലർ ജോയ് ചെറിയാൻ, മുൻ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷെഫീർ, ഫാർമേഴ്സ് ക്ലബ് സെക്രട്ടറി മനോജ്, അംഗങ്ങളായ മുത്തുണ്ണി ഹംസ, അലി, സീനത്ത്, നജീബ്, റുഖിയ, കർഷകനായ നന്ദൻ, ഗീത നാരായണൻകുട്ടി എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. കൃഷിക്കൊപ്പം തന്നെ വിപണി കണ്ടെത്താനുള്ള മാർഗങ്ങളും ഷീജ അവലംബിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വഴിയും സൗഹൃദങ്ങൾ ഉപയോഗിച്ചുമാണ് ഷീജ തന്റെ വിളകൾക്കുള്ള വിപണി കണ്ടെത്തി വരുന്നത്. പച്ചക്കറികൾ, ഫലവൃക്ഷങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന കൃഷിരീതികളാണ് ഷീജ അവലംബിക്കുന്നത്. വിഷരഹിതവും സുരക്ഷിതവുമായ കൃഷിരീതികളാണ് പിന്തുടരുന്നത്.
സ്വന്തമായി തയ്യാറാക്കുന്ന ജൈവവളമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. കാലാവസ്ഥയ്ക്കനുസരിച്ച് വിളകൾ മാറ്റിയാണ് കൃഷി ഇറക്കുന്നത്. ദിവസത്തിലെ ഒട്ടുമിക്ക സമയവും കൃഷിയിടത്തിൽ ചെലവിടുന്ന ഷീജയ്ക്ക് ജീവനും ജീവിതവും കൃഷി തന്നെ. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൃഷി ചെയ്ത ചെണ്ടുമല്ലിത്തോട്ടത്തിൽ വിളവെടുപ്പ് നടത്തി. കാട്ടുകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് PM അലി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ് മുഖ്യാതിഥിയായിരുന്നു. കാട്ടുകാമ്പാൽ കൃഷിഭവൻ ഓഫീസർ അനൂപ് വിജയൻ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ ജനീർലാൽ, സ്കൂൾ പ്രധാന അധ്യാപിക PM മേഴ്സി, രഞ്ജിത്ത് മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെണ്ടുമല്ലി തൈകളുടെ വിതരണത്തിൽ നിന്നും സ്കൂളിന് നൽകിയ തൈകളാണ് കൃഷി ചെയ്തത്. കുന്നംകുളം നഗരസഭയിൽ പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഓണക്കിറ്റ് വിതരണം ചെയ്തു. ഓണാഘോഷത്തിന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭയിലെ പാലിയേറ്റീവ് കെയർ വിഭാഗത്തിൽ രജിസ്റ്റർ ചെയ്ത് പരിചരണത്തിൽ കഴിയുന്ന രോഗികൾക്കായി പ്രത്യേക ഓണക്കിറ്റ് വിതരണം ചെയ്തു. നഗരസഭയിലെ മുസാവരി ബംഗ്ലാവിൽ വെച്ച് സംഘടിപ്പിച്ച ലളിതമായ ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ പരിധിയിലെ 141 പാലിയേറ്റീവ് രോഗികൾക്കാണ് ഈ ആനുകൂല്യം ലഭിച്ചത്. രോഗവിലക്കുകളാൽ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഓണക്കാലത്ത് കരുതലും ആശ്വാസവും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരസഭ ഈ പദ്ധതി നടപ്പിലാക്കിയത്. അരി, വൈവിധ്യമാർന്ന പലവ്യഞ്ജന സാധനങ്ങൾ തുടങ്ങി അടുക്കളയിലേക്ക് ആവശ്യമായ അത്യന്താപേക്ഷിത സാധനങ്ങൾ ഉൾപ്പെടുന്നതാണ് ഓണക്കിറ്റ്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ പുഷ്പ ജോൺ, മിനി മോൺസി, മിഷ സെബാസ്റ്റ്യൻ, T സോമശേഖരൻ, ആർഷ ജിജു എന്നിവർ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ഷാജി ആലിക്കൽ, ശ്രീജിത്ത് ആവേൻ, സോമൻ ചെറുകുന്ന്, വിവിധ വാർഡ് കൌൺസിലർമാർ, താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ മണികണ്ഠൻ, പാലിയേറ്റീവ് കെയർ ജീവനക്കാർ, ആശാവർക്കർമാർ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ചെണ്ടുമല്ലിപ്പൂക്കളുമായി ചിറനല്ലൂർ സെന്റ് ജോസഫ് LP സ്കൂളിലെ കുരുന്നുകൾ. ഓണത്തിന് ഒരു വട്ടിപ്പൂവ് പദ്ധതി പ്രകാരം ചിറനല്ലൂർ സെന്റ് ജോസഫ് സ്കൂളിലെ കുട്ടികൾ ഒരുക്കിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ചുവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആൻഡോ പോൾ ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം JC ജോസഫ്, സ്കൂൾ മാനേജർ ഫാദർ പ്രിൻസ് ചിരിയങ്കണ്ടത്ത്, പ്രധാന അധ്യാപകൻ KP ജോസഫ്, അധ്യാപകരായ TJ ബീന, സുനിത ഷിജു, CH റഷീന, CF ഫെമി, PV വിൻസി, ലിൻഡ ഡൽഹർ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാലയ അങ്കണത്തിൽ നിന്നും ആദ്യമായി വിളവെടുത്ത പൂക്കൾ ചിറനല്ലൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിലേക്ക് കൈമാറി. പറക്കാട് ഗ്രാമത്തിലെ എല്ലാ കുടുംബങ്ങളിലേക്കും ഓണാശംസകളും പ്ലാസ്റ്റിക് വിമുക്ത സന്ദേശവുമുള്ള തുണിസഞ്ചി നൽകാനൊരുങ്ങി പറക്കാട് വെൽഫെയർ അസോസിയേഷൻ. തുണിസഞ്ചി വിതരണത്തിന്റെ ഉദ്ഘാടനം പറക്കാട് വെൽഫെയർ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഷൈനി സദാനന്ദൻ, എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KU സരിതയ്ക്ക് നൽകി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല, പഞ്ചായത്ത് അംഗങ്ങൾ, പറക്കാട് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചൊവ്വന്നൂർ ബ്ലോക്ക് തല വനിതാ വേദിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. മറ്റം കരിസ്മ പാലസിൽ നടന്ന ഓണാഘോഷം കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് ഉദ്ഘാടനം ചെയ്തു. പെൻഷനേഴ്സ് യൂണിയൻ ചൊവ്വന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് CP ഹരിനാരായണൻ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് KV മെജോ ബ്രൈറ്റ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി CA കൊച്ചുമാത്യു, ബ്ലോക്ക് സെക്രട്ടറി PV ചാക്കോച്ചൻ, ട്രഷറർ CA ആലീസ് എന്നിവർ സംസാരിച്ചു. ഓണപ്പൂക്കളം, ഓണക്കളികൾ, കൈക്കുട്ടിക്കളി, ഓണപ്പാട്ടുകൾ തുടങ്ങിയവ ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. PR സത്യബാലൻ, C നാരായണൻ, CO ലൂസി എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് പരിധിയിലെ പാലിയേറ്റീവ് രോഗികളുടെ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. പഞ്ചായത്ത് അംബേദ്കർ ഹാളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് UK സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ CG സാബു, സവിത അജി, ജില്ലാ പഞ്ചായത്ത് അംഗം TK സുധീഷ് കുമാർ, പഞ്ചായത്ത് അംഗം A വിജയൻ, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് കോർഡിനേറ്റർ ഷഹന അലി, പഞ്ചായത്ത് സെക്രട്ടറി MM ജമീല, അസിസ്റ്റന്റ് സെക്രട്ടറി K രാജേഷ്, CHC സൂപ്രണ്ട് A ശ്രീകുമാർ, ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ K ആതിര, പാലിയേറ്റീവ് വളണ്ടിയർ പ്രദീപ് ചെറുവാശ്ശേരി, ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻചാർജ് S ഉഷസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ TP റാഷിദ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗം സജീഷ് കളത്തിൽ സ്വാഗതവും പാലിയേറ്റീവ് നഴ്സ് CC മേരിക്കുട്ടി നന്ദിയും പറഞ്ഞു. പാലിയേറ്റീവ് രോഗികളുള്ള 80 കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റ് വിതരണം ചെയ്തത്. വടക്കാഞ്ചേരി മണൽത്തറ മച്ചാട് ശ്രീ മുത്തപ്പൻ മടപ്പുരയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി മുത്തപ്പൻ പൈങ്കുറ്റി വെള്ളാട്ട മഹോത്സവം നടന്നു. പറശ്ശിനിക്കടവ് മുത്തപ്പനെയാണ്
മലാഖ കണ്ടിരുത്തി മച്ചാട് മടപ്പുരയിൽ പ്രതിഷ്ഠിക്കുന്നത്. തൃശൂർ ജില്ലയിലെ ആദ്യത്തെ മുത്തപ്പൻ ക്ഷേത്രമാണിത്. പൈങ്കുറ്റി നിവേദ്യം, മുത്തപ്പൻ മലയിറക്കം, തായമ്പക എന്നിവയ്ക്ക് ശേഷമാണ് മുത്തപ്പൻ വെള്ളാട്ടം നടന്നത്. ശ്രീജേഷ് പെരുവണ്ണാൻ മട്ടന്നൂറാണ് മുത്തപ്പന്റെ കോലാധാരി ആയത്. ചന്ദ്രൻ ആൾമടയൻ മട്ടന്നൂർ മടയനായി. തുടർന്ന് മുത്തപ്പന്റെ പള്ളിവേട്ടയും ഭക്തർക്കുള്ള ദർശനവും ഉണ്ടായി. പെരിഞ്ചേരി സുരേന്ദ്രൻ ഇളയ ആചാര്യയുടെ കാർമ്മികത്വത്തിൽ ശ്രീമുത്തപ്പൻ മടപ്പുരയുടെ കുറ്റിയടിക്കൽ കർമ്മവും നടന്നു. അന്നദാനവും ഉണ്ടായിരുന്നു. ജാതിമത ഭേദമന്യേ നിരവധി പേർ പങ്കെടുത്തു. ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്കിടയിലും പാട്ടിനെ കൂട്ടുപിടിച്ച് മുന്നേറുന്ന കാഴ്ചപരിമിതിയുള്ള ദമ്പതികൾക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനും ഭിന്നശേഷിക്കാരനായ മകന്റെ ചികിത്സയ്ക്കും കൈത്താങ്ങാകാൻ കലാകാരന്മാർ ഗുരുവായൂരിൽ ഒരുമിക്കുന്നു. വടക്കാഞ്ചേരി സ്വദേശിനിയും ആകാശവാണി ദൂരദർശൻ കലാകാരിയുമായ ലൈല ഷാജിയുടെയും കുടുംബത്തിന്റെയും ജീവിതത്തിന്റെ പ്രതീക്ഷയേകിയാണ് സർഗധ്വനി മെഗാ ഷോ സംഘടിപ്പിക്കുന്നത്. V4 മ്യൂസിക് ബാൻഡ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 22 വൈകിട്ട് 4 ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓഡിറ്റോറിയത്തിലാണ് സംഗീതഹാസ്യ നൃത്തവിരുന്നൊരുക്കുന്നത്. കാഴ്ചപരിമിതിയുള്ള ലൈലയും ഭർത്താവ് ഷാജിയും കുട്ടികളെ പാട്ടുപഠിപ്പിച്ചും ഗാനമേളകൾ അവതരിപ്പിച്ചുമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനിടെയാണ് അവരുടെ 10 വയസ്സുള്ള മകന്റെ ചികിത്സയ്ക്കായി എല്ലാ മാസവും വലിയൊരു തുക കണ്ടെത്തേണ്ടി വരുന്നത്. ചികിത്സാ ചെലവിന്റെ ഭാരത്തിൽ വീടുപണി പൂർത്തിയാക്കാനാകാത്ത അവസ്ഥയിലാണ് കുടുംബം. ഈ സാഹചര്യത്തിലാണ് വിഭിന്ന വൈഭവ വികസനവേദി മ്യൂസിക് ബാൻഡ് ഇന്ത്യയും കലാകാരന്മാരും കൈകോർക്കുന്നത്. സർഗധ്വനിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ലൈല ഷാജി ദമ്പതികളുടെ വീടുപണി പൂർത്തീകരിക്കുന്നതിനും മകന്റെ ചികിത്സയ്ക്കുള്ള ധനസഹായത്തിനുമായി വിനിയോഗിക്കും. ദേശീയ പുരസ്കാര ജേതാവ് വൈക്കം വിജയലക്ഷ്മി, സംഗീത സംവിധായകൻ ദീപക് ദേവ്, തുളസിക്കതിർ നുള്ളിയെടുത്ത് എന്ന ഗാനത്തിലൂടെ ശ്രദ്ധ നേടിയ ഹന ഫാത്തിമ തുടങ്ങിയവർ സംഗീത വിരുന്നിൽ പങ്കെടുക്കും. വിവിധ ചാനലുകളിലൂടെ ശ്രദ്ധേയരായ ഷാഫി റഹ്മാനും ബവീഷും നയിക്കുന്ന കോമഡി ഷോയും തൃശൂർ നടന ഡാൻസ് സ്റ്റുഡിയോയുടെ നൃത്തപരിപാടികളും മെഗാ ഷോയുടെ ഭാഗമാകും. ഒരു പാസ് വാങ്ങുമ്പോൾ ഒരു കലാപരിപാടി കാണുന്നതിനു പുറമെ ഒരു വീടിന്റെ പൂർത്തീകരണത്തിനും ഒരു കുഞ്ഞിന്റെ ചികിത്സയ്ക്കും പങ്കാളിയാകാം എന്നതാണ് സംഘാടകരുടെ സന്ദേശം. കൂടുതൽ വിവരങ്ങൾക്ക് 9567668485 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. V4 മ്യൂസിക് ബാൻഡ് ഇന്ത്യ രക്ഷാധികാരി കൃഷ്ണദാസ് തമ്പാൻ, പ്രസിഡന്റ് ലൈല ഷാജു, പ്രോഗ്രാം കമ്മിറ്റി പ്രസിഡന്റ് സുബിത മഞ്ജു, സെക്രട്ടറി രാധ സതീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മണലൂർ നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA നേതൃത്വം നൽകുന്ന നവമണലൂർ വികസന പദ്ധതിയുടെ ഭാഗമായി ഓഗസ്റ്റ് 22, 23, 24 തീയതികളിൽ മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലെ തൈക്കാട് മേഖലയിലും നവമാസ സാഹിത്യോത്സവം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മനുഷ്യവിഭവശേഷിയുടെ വികസനത്തിനും കുട്ടികളിലെ സർഗാത്മകവും കലാസാഹിത്യപരവും കായികപരവുമായ അഭിരുചികളെ കണ്ടെത്തി പരിപോഷിപ്പിക്കുന്നതിന്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത്. കഥാരചന, കവിതാരചന, പുസ്തകാസ്വാദനം എന്നിവയിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കു വേണ്ടിയാണ് സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത്. മണലൂർ നിയോജക മണ്ഡലത്തിൽ താമസിക്കുന്നവരും എന്നാൽ മണ്ഡലത്തിന് പുറത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരുമായ വിദ്യാർത്ഥികൾക്കും സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വായനശാലകൾ, സഹകരണ സംഘങ്ങൾ, പൊതുവിദ്യാലയങ്ങൾ, കലാസാംസ്കാരിക സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത്. പുസ്തക പ്രദർശനം, ഘോഷയാത്ര തുടങ്ങിയ അനുബന്ധ പരിപാടികളും നടക്കും. അശോകൻ ചരുവിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജ് അടാട്ട്, PN ഗോപികൃഷ്ണൻ, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, സിന്ധു ഗോപി, സുരേന്ദ്രൻ മങ്ങാട്ട്, നന്ദകിഷോർ, UK സുരേഷ് കുമാർ, പ്രസാദ് കാക്കശ്ശേരി, ബിലു പത്മിനി നാരായണൻ, ഡോക്ടർ സുഭാഷിണി മഹാദേവൻ, ജയറാം വാളൂർ, സനിത അനൂപ്, രജിതൻ കണ്ടാണശ്ശേരി തുടങ്ങിയ എഴുത്തുകാർ വിദ്യാർത്ഥികളുമായി സംവാദം നടത്തും. അതാത് പ്രദേശത്തെ വായനശാലകളിലാണ് വിദ്യാർത്ഥികൾ പേര് രജിസ്റ്റർ ചെയ്യേണ്ടത്. നാടകക്കളരികൾ, ചിത്രരചനാ ക്യാമ്പുകൾ, ചലച്ചിത്ര പരിശീലന പരിപാടികൾ, കായികോത്സവങ്ങൾ എന്നിവയും സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. UP, LP വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുള്ള ശില്പശാലകളും നടത്തും. പഞ്ചായത്ത് തലത്തിൽ കുട്ടികളുടെ രചനകൾ സമാഹരിച്ച് പ്രസിദ്ധീകരിക്കും. തുടർന്ന് പ്രതിമാസ രചനാ പരിശീലന ശില്പശാലകൾ സംഘടിപ്പിക്കും. പ്രാഥമിക സാഹിത്യോത്സവങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ഫൈനൽ സാഹിത്യോത്സവം സെപ്റ്റംബർ 12, 13 തീയതികളിൽ നടക്കും. നവമ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുന്ന 500ഓളം വിദ്യാർത്ഥി പ്രതിഭകൾക്ക് സാഹിത്യ സംബന്ധമായ മാർഗനിർദ്ദേശങ്ങളും രചനാ പരിശീലനങ്ങളും നൽകുന്നതിന് എഴുത്തുകാരും അധ്യാപകരും കലാപ്രതിഭകളും ഉൾപ്പെടെയുള്ള 100ഓളം പരിശീലകരുടെ പാനൽ തയ്യാറാക്കിയിട്ടുണ്ട്.
നവമ സാഹിത്യോത്സവത്തിന്റെ മണലൂർ നിയോജക മണ്ഡലതല ഉദ്ഘാടനം 22-ന് എളവള്ളി ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ അശോകൻ ചെരുവിൽ നിർവഹിക്കും. പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA സാഹിത്യോത്സവത്തെ സംബന്ധിച്ച് വിശദീകരിക്കും. സാഹിത്യോത്സവം നിർവഹണ സമിതി ചെയർപേഴ്സൺ ഡോക്ടർ സി രാവുണ്ണി, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ്, RA അബ്ദുൾ ഹക്കീം, ആനി ജോസ്, PG സുബിദാസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പഴഞ്ഞി ചെറുതുരുത്തിയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് തകർന്നു. വ്യാഴാഴ്ച പുലർച്ചെ 3:00-ഓടെയായിരുന്നു അപകടം. പഴഞ്ഞിയിൽ നിന്ന് പെരുന്തുരുത്തി ഭാഗത്തേക്ക് വന്നിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാർ യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റു. വൈദ്യുതി പോസ്റ്റ് തകർന്നതോടെ മേഖലയിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും തടസ്സപ്പെട്ടു. KSEB ജീവനക്കാരെത്തി വൈദ്യുതി പോസ്റ്റ് മാറ്റി സ്ഥാപിച്ചാണ് വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചത്. ചരമം. ചാലിശ്ശേരി പെരുമണ്ണൂർ കുന്നത്തേരി പറമ്പിൽ അയ്യപ്പൻ നിര്യാതനായി. 88 വയസ്സായിരുന്നു. അമ്മിണിയാണ് ഭാര്യ. രാമകൃഷ്ണൻ, മുരളീധരൻ, ബൈജു, ഷാജു എന്നിവർ മക്കളാണ്. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10-ന് ഷൊർണൂർ ശാന്തി തീരത്ത് നടത്തും. ഗുരുവായൂർ കാരക്കാട് മഠത്തിൽ പറമ്പിൽ ശ്രീധര പ്രഭു നിര്യാതനായി. 87 വയസ്സായിരുന്നു. ഗുരുവായൂർ കിഴക്കേ നടയിലെ പ്രഭു സ്റ്റോഴ്സ് ഉടമയാണ്. ദീർഘകാലം മാതൃഭൂമി പത്രത്തിന്റെ ഏജന്റായിരുന്നു. ഗുരുവായൂർ മർച്ചന്റ്സ് അസോസിയേഷനിൽ ദീർഘകാലം ഭാരവാഹിയായിരുന്നു. സംസ്കാരം നടത്തി. വിനയ ഭാര്യയും ബിന്ദുറാണി, ബീന, സന്ധ്യ, ഇന്ദുറാണി എന്നിവർ മക്കളുമാണ്. കളമെഴുത്ത് ആചാര്യൻ പെലക്കാട്ട് പയ്യൂർ കല്ലാറ്റ് ഉണ്ണികൃഷ്ണക്കുറുപ്പ് നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം പാമ്പാടി ഐവർ മഠത്തിൽ നടന്നു. വിജയലക്ഷ്മിയാണ് ഭാര്യ. രഞ്ജിനി, ഹരികൃഷ്ണൻ എന്നിവർ മക്കളാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,600 രൂപ, പവന് 1,16,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 255 രൂപ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. രക്തസാക്ഷി സ്മരണകൾ ജ്വലിച്ചു നിന്ന അന്തരീക്ഷത്തിൽ DYFI 16-ാം സംസ്ഥാന സമ്മേളനത്തിന് സാംസ്കാരിക നഗരിയിൽ പതാക ഉയർന്നു. നടനും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഫാസിസത്തിന്റെ അന്ത്യം വിദൂരമല്ലെന്നും രാജ്യത്തെ യുവതലമുറ പ്രതീക്ഷ നൽകുന്നുവെന്നും പ്രകാശ് രാജ്. പുലിക്കളിയുമായി ബന്ധപ്പെട്ട് നടൻ VK ശ്രീരാമന്റെ പരാമർശത്തിൽ വൻ വിവാദം. പ്രതിഷേധവുമായി പുലിക്കളി സംഘങ്ങളും സാംസ്കാരിക പ്രവർത്തകരും. കലാകാരന്മാരുടെ ശരീരത്തെ വൈകൃതമുള്ളതെന്ന് വിശേഷിപ്പിച്ച VK ശ്രീരാമൻ പുലിക്കളി കലാകാരന്മാരോടും സാംസ്കാരിക സമൂഹത്തോടും മാപ്പ് പറയണമെന്ന ആവശ്യം. പ്രതിഷേധം ശക്തമായതോടെ ഖേദം പ്രകടിപ്പിച്ച VK ശ്രീരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പുന്നേർകുളം പെരിയമ്പലത്തെ VP മാമു കമ്മ്യൂണിറ്റി ഹാൾ കെയർടേക്കർ നിയമനത്തിൽ ഭരണപക്ഷത്തിന് തിരിച്ചടി. UDF ഭരണസമിതി നിർദ്ദേശിച്ച ഉദ്യോഗാർത്ഥിയെ പ്രതിപക്ഷാംഗങ്ങൾ ഒന്നടങ്കം എതിർത്തതോടെയാണ് നിയമന നീക്കം പാളിയത്. ഇതോടെ തസ്തികയിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്താൻ തീരുമാനം. മുസ്ലിം ലീഗ് അംഗം തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതും കോൺഗ്രസ് മെമ്പർ യോഗത്തിൽ പങ്കെടുക്കാത്തതും UDF-ന് ക്ഷീണമായി. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിന് സർക്കാർ ശ്രമങ്ങൾക്കൊപ്പം സമൂഹത്തിന്റെ കൂടി പിന്തുണ അനിവാര്യമെന്ന് തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങൾക്ക് സഹതാപമല്ല വേണ്ടതെന്നും അവരെ ചേർത്ത് പിടിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും കളക്ടർ. ഒറീസ ഹൈക്കോടതി ജഡ്ജ് പദവിയിലേക്ക് കൊളീജിയം നാമനിർദ്ദേശം ചെയ്തവരിൽ കുന്നംകുളത്തിന്റെ മരുമകളും പഴഞ്ഞി ചെറുതുരുത്തി സ്വദേശി അഡ്വക്കേറ്റ് KU ജയേഷിന്റെ ഭാര്യയുമായ സസ്മിത ത്രിപാഠിയാണ് ഹൈക്കോടതി ജഡ്ജ് പദവിയിലേക്ക് ശുപാർശ ചെയ്യപ്പെട്ട 4 പേരിൽ ഒരാളായി നാടിന് അഭിമാനമായത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഓണാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ. 10,000 പേർക്ക് തിരുവോണ സദ്യ നൽകും. 25-ന് ക്ഷേത്രത്തിൽ ഉത്രാടക്കാഴ്ച ശീവേലി സമർപ്പണവും നടക്കും. ചിങ്ങമാസത്തിലെ വിവാഹത്തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ ക്രമീകരണങ്ങൾ. ഓഗസ്റ്റ് 23-ന് 429-ഉം ഓഗസ്റ്റ് 30-ന് 342-ഉം സെപ്റ്റംബർ 13-ന് 328-ഉം വിവാഹങ്ങൾ ഷീട്ടാക്കി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.